ബിഗ് ബോസ് ലൈവിൽ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. തുടർന്ന് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ലിവിംഗ് റൂമിൽ വന്നിരുന്നു. തുടർന്ന് ബിഗ് ബോസ് ഇങ്ങനെ പറയുകയുണ്ടായി, വഴക്കുകളും വാഗ്വാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാകാം. വാക്കുകളിലൂടെ മാത്രം, അതൊരിക്കലും ശാരീരികമാവരുത്. അങ്ങനെ സംഭവിച്ചാൽ നടപടികൾ എടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. ജിസേലും അനുമോളും കൺഫെക്ഷൻ റൂമിലേക്ക് വരിക. ഇതായിരുന്നു ബിഗ് ബോസിൻ്റെ അറിയിപ്പ്. അങ്ങനെ ജിസേലും അനുമോളും കൂടി കൺഫെക്ഷൻ റൂമിലേക്ക് പോവുകയാണ്. അപ്പം ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് നേരിട്ടും വീഡിയോയിലൂടെയും കണ്ടു. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ കാര്യത്തിൽ നടപടികൾ തീർച്ചയായും ഉണ്ടാവും. അങ്ങനെ ജിസേലിൻ്റെയും അനുമോളുടെയും കൂടെ വഴക്ക് ഇപ്പം ബിഗ് ബോസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം ബിഗ് ബോസിൻ്റെ നടപടി എന്താണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. രണ്ടുപേരും തെറ്റ് ചെയ്ത്. ജിസേൽ റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അനുമോളാണ് CID ആയിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ജിസേലിൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. ഫിസിക്കലി ടച്ച് ചെയ്യാതെ അത് പറഞ്ഞ് അനുമോൾ അത് പറഞ്ഞ് വിജയിക്കണമായിരുന്നു. പറഞ്ഞ് വിജയിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഇതിപ്പം ഫിസിക്കൽ ടച്ച് ചെയ്തത് കൊണ്ട് അനുമോൾക്കെതിരെ നടപടി ഉണ്ടാവും, ജിസേലിനെതിരെ നടപടി ഉണ്ടാവും.